ഹലോ നമസ്കാരം. എൻട്രി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ടീച്ചിങ് എക്സാംസിൻ്റെ ഫീൽഡിൽ, ഇത് തൊട്ടു മുമ്പ് നടന്ന LP UP എക്സാം ആവട്ടെ, HSA പരീക്ഷകളാവട്ടെ, അതേപോലെ യോഗ്യതാ പരീക്ഷകളായിട്ടുള്ള കേട്ടറ്റ് സെറ്റ് പോലെയുള്ള പരീക്ഷകളാവട്ടെ, അവിടെയൊക്കെ നടത്തി വരുന്ന എൻട്രിയുടെ ക്വാളിറ്റി ടീച്ചിങ്ങിൻ്റെ പെർഫോമൻസ് ഞങ്ങളുടെ പ്രിയപ്പെട്ട റാങ്ക് ഹോൾഡേഴ്സിനെ മുന്നിൽ നിർത്തി ഓരോ തവണയും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തൊട്ടു മുൻപ് HSA പരീക്ഷകൾ കഴിഞ്ഞു. നമ്മുടെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ, ആ കോഴ്സിലുണ്ടായിരുന്ന ഒരുപാട് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ വളരെ അവരുടെ ആ കോഴ്സിൻ്റെ ഫീഡ്ബാക്ക് വളരെ സ്നേഹത്തോടെ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു ധൈര്യത്തിൽ നിന്ന്, ഈ ഒരു ആത്മവിശ്വാസത്തിൽ നിന്ന് നമ്മൾ HSST കോഴ്സ്, പ്രത്യേകിച്ച് HSST കെമിസ്ട്രി കോഴ്സ് എൻട്രിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ കോഴ്സിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു പ്രാധാന്യം, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഇൻ കെമിസ്ട്രി, അപ്പോൾ ഈ കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റ് തങ്ങളുടെ ജീവിതത്തിലെ ഐച്ഛിക വിഷയമായിട്ട് എടുത്തിട്ട് ഒരുപാട് വർഷം ഡിഗ്രി PG ഒക്കെ കെമിസ്ട്രി പഠിച്ച് അത്രയും താല്പര്യത്തോടെ പഠിച്ച് ഒരു BEdും ഒരു ടീച്ചിങ് ക്വാളിഫിക്കേഷൻ സെറ്റും അല്ലെങ്കിൽ നെറ്റും കഴിഞ്ഞ് ഈ ഒരു ജോലിയിലേക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ച് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഈ ഒരു ജോബ്. ഇതിനെക്കുറിച്ച് നമ്മളോട് വിശദമായിട്ട് സംസാരിക്കാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കവിത ടീച്ചർ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ എൻട്രിയുടെ HSST കെമിസ്ട്രി കോഴ്സിൽ വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു അധ്യാപികയാണ് കവിത മിസ്. എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഒരു കെമിസ്ട്രി പോസ്റ്റ് ഗ്രാജുവേറ്റിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു ജോലി? കെമിസ്ട്രിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ UGC സ്കെയിലിന്റെ ഏറ്റവും അടുത്ത് വരുന്നൊരു സ്കെയിൽ വരുന്നത് HSST സ്കെയിലാണ്. ഇതിൽ വരുന്നത് 55 ഇതിന്റെ ബേസിക് പേ വരുന്നത്. നിലവിൽ നമുക്ക് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വരെയുള്ള ഒരു പേയ്മെന്റ് സ്കെയിൽ എന്ന് പറയുന്നത്, ഇത് ശ്രദ്ധിക്കേണ്ടത് 55,000 രൂപ ബേസിക് പേ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ജോലിയെ സംബന്ധിച്ച് DA HRA എന്ന് പറഞ്ഞ ഒരുപാട് അലവൻസുകളൊക്കെ ചേർത്ത് വലിയൊരു തുകയാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും ഏതൊരു ജോലിയും നമ്മൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് പേയ്മെന്റ് തന്നെയാണല്ലോ. ഇനി ഒരു കാര്യം കൂടെ പറയാം, അടുത്ത ശമ്പള പരിഷ്കരണം, ഇനി വരാൻ പോകുന്ന HSST പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ അവരുടെ അഡ്വൈസ് കിട്ടി, അപ്പോയിൻമെന്റ് കിട്ടി ജോലിയിൽ കയറുന്നതിന് മുമ്പ് അടുത്ത ശമ്പള പരിഷ്കരണം വരും. 5 വർഷം കൂടുമ്പോൾ നമ്മുടെ ശമ്പള പരിഷ്കരണം ഗവൺമെന്റ് സർവീസിൽ നടപ്പിലാക്കാറുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 25% ഇപ്പോൾ ഈ പറഞ്ഞ സ്കെയിലിൽ നിന്ന് കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ പറഞ്ഞ 55,000 അല്ല, ഒരു 25% പേയ്മെന്റ് ഹൈക്കോട് കൂടിയാണ് നിങ്ങൾ ഈ ജോലിയിൽ അടുത്ത തവണ ഈ അടുത്ത വരാൻ പോകുന്ന പരീക്ഷ എഴുതി കയറാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ ഈ ഒരു സിലബസ് നമ്മൾ നോക്കിയപ്പോൾ അല്ലേ ടീച്ചർ, എങ്ങനെയാണ് HSA പഠിച്ച കുറേ പേരുണ്ട്. കാരണം തൊട്ട് മുമ്പാണ് HSA ഫിസിക്കൽ സയൻസ് പരീക്ഷ കഴിഞ്ഞത്. അപ്പോൾ അതിലൊരുപാട് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്, കെമിസ്ട്രി പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഒക്കെ എന്തായാലും അത് പഠിച്ചെഴുതിയിട്ടുണ്ട്. ആ ഒരു പഠനം മതിയോ നമുക്ക് HSST ക്രാക്ക് ചെയ്യാനായിട്ട്? അല്ല, HSSTയിൽ വരുന്നത് PG ലെവലാണ് നമ്മളുടെ സിലബസ് വരുന്നത്. അതിൽ തന്നെ 10 മൊഡ്യൂളായിട്ട് എടുത്തിട്ടുണ്ട്. HSST നമ്മൾ കംപ്ലീറ്റ് എക്സാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 70 മാർക്ക് സബ്ജക്റ്റും ബാക്കി 30 മാർക്ക് വരുന്നത് ജനറലും ആണ്. അതിൽ തന്നെ ഈ 70 മാർക്കിൽ വരുന്നത് 10 മൊഡ്യൂളായിട്ടാണ് നമുക്ക് എടുത്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ 3 ഇനോർഗാനിക് ആണ്, പിന്നെ 3 ഓർഗാനിക്കിലാണ്, പിന്നെ ഫിസിക്കലിലാണ്, പിന്നെ ലാസ്റ്റ് ഒരു മൊഡ്യൂൾ വരുന്നത് അനലിറ്റിക്കലിലാണ്. അങ്ങനെ വരുന്നത്. അപ്പോൾ 3 ഓർഗാനിക് കെമിസ്ട്രിയുടെ മൊഡ്യൂള്, 3 ഇനോർഗാനിക് വരുന്നുണ്ട്, പിന്നെ ഫിസിക്കൽ കെമിസ്ട്രിയുടെ 3 വരുന്നുണ്ട്, പിന്നെ ഒരു മൊഡ്യൂൾ അനലിറ്റിക്കൽ കെമിസ്ട്രി എന്ന് വരുന്നുണ്ട്. ഇതിലെല്ലാം കൂടെ ചേർത്താണ് നമുക്ക് 70 മാർക്ക് വരുന്നത് അല്ലേ? അപ്പോൾ ബാക്കി ഒരു 30 മാർക്ക് ഉണ്ട്, ആ ഒരു സംശയം വരില്ലേ? ആ ബാക്കി 30 മാർക്ക് ജനറൽ ടോപ്പിക്കുകളാണ്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു BEdൽ വരുന്ന ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, പിന്നെ GK, ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് വരുന്ന ഒരു ഏരിയ ഉണ്ട്. അതിൽ തന്നെ കേരള നവോത്ഥാനത്തെ സംബന്ധിച്ച് ആ സിലബസ് നമ്മൾ നോക്കുമ്പോൾ അതിലൊരു 10 മാർക്ക് കേരള നവോത്ഥാനം, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ പ്രധാനപ്പെട്ടത്. ഇപ്പം എൻട്രിയെ സംബന്ധിച്ച് ഈ ജനറൽ ടോപ്പിക്കുകൾ എടുക്കാൻ വളരെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ, എൻട്രിയുടെ ജനറൽ PSC വിഭാഗത്തിൽ നിന്നുള്ള അധ്യാപകർ നമ്മുടെ കൂടെ ഉണ്ട്. ടീച്ചിങ്ങിലെ കോർ സബ്ജക്റ്റുകളിലേക്ക് വരുമ്പോൾ ഏത് ലെവലിലായിരിക്കണം നമ്മൾ ഇതിനെ ഓരോ മൊഡ്യൂളിനും പ്രിപ്പയർ ചെയ്യേണ്ടത്? എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും CSIR ലെവലിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിരിക്കും, ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. CSIR 2 ടോപ്പിക്സ് ക്ലബ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുക. അപ്പോൾ നമ്മൾ അത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ PSC ആണെങ്കിൽ HSST ആണെങ്കിലും അല്ലെങ്കിൽ PG ലെവലിലുള്ള ഏത് ടോപ്പിക് ആണെങ്കിലും ഇതിലുള്ള ഏതെങ്കിലും ഒരു കണ്ടന്റ് എടുത്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. നമ്മളിപ്പോൾ ഇതിൽ കുറേ 2 തരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഒന്ന്, കുറേ മുൻപ് PG കഴിഞ്ഞ് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ മറ്റൊരു ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടമ്മമാരായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ആളുകളോ ഒക്കെ ആയിട്ട് ഒരു ടച്ച് വിട്ടിട്ട് ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറേ കഴിഞ്ഞ് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ജസ്റ്റ് പഠിച്ചിറങ്ങുന്ന ഫ്രഷ് ആയിട്ട് ആ ഒരു എനർജിയിൽ ഇറങ്ങുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഈ 2 പേരെയും സംബന്ധിച്ച് ഇത് പ്രിപ്പയർ ചെയ്യാൻ നോക്കുന്ന സമയത്ത് എന്താണ് ഒരു വ്യത്യാസം അനുഭവപ്പെടാൻ സാധ്യതയുള്ളത്? ഇപ്പോൾ ഫ്രഷേഴ്സിനാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതുപോലെ ഗ്യാപ്പ് വന്നിട്ടുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ആദ്യം ബേസിക് ആയിട്ട് കണ്ടന്റ് കുറച്ച്
പഠിച്ചിട്ട് വേണ്ടി വരും ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിയറി ഒന്നുകൂടെ റിഫ്രഷ് ചെയ്തെടുക്കേണ്ടി വരും അല്ലേ? അപ്പോൾ നമ്മുടെ കോഴ്സുകൾ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു രൂപത്തിലാണ്. നമുക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ട് കൃത്യമായിട്ട് അല്ലെ മിസ്സിന്റെ ഒക്കെ നേതൃത്വത്തിൽ നമ്മൾ കൃത്യമായിട്ട് ആ കണ്ടന്റ് കൃത്യമായിട്ട് കൊടുത്ത് പിന്നെ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് വെച്ചുള്ള ഡിസ്കഷൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻസും എല്ലാം വെച്ചുകൊണ്ടുള്ള ഡിസ്കഷൻ. ഇപ്പോൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂലുള്ള ക്ലാസ്സുകളും അതേപോലെ തന്നെ കണ്ടന്റ് വൈസ് ക്ലാസ്സുകളും, നമുക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. എൻട്രിയുടെ മുൻപ് ഏതെങ്കിലും കോഴ്സൊക്കെ എടുത്ത് പഠിച്ച ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എങ്ങനെയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിയാം. ശരി, നമുക്ക് ഓരോ മൊഡ്യൂളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഏരിയ ഉണ്ടല്ലോ. അപ്പൊ എവിടെയൊക്കെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടി വരുന്നത് എന്നുള്ളതൊന്ന് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാവോ? ഓർഗാനിക് ആണ് എല്ലാവർക്കും, കെമിസ്ട്രി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടി വരുന്നത്. എനിക്കും ഓർഗാനിക് ആണ് ഒരു പ്രശ്നമുള്ള ഏരിയ. നമുക്ക് ഓർക്കുമ്പോഴേ ഒരുപാട് ഇങ്ങനെ കാർബണും ഹൈഡ്രജനും കൂടെ പറന്ന് നടക്കുന്ന ഒരു ഫീലാണ്. അങ്ങനെയുള്ളവരെ PG കഴിഞ്ഞവരിലും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. ഓർഗാനിക് ആണ് എപ്പോഴും എല്ലാവർക്കും പ്രശ്നമായിട്ട് വരുന്നത്. പക്ഷെ ഞാൻ പറയുന്നു ഓർഗാനിക് ആണ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിക് ആണ്. അതിൽ നമ്മളെ ബേസിക് ആയിട്ടുള്ള മെക്കാനിസം മാത്രം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ കുറെ. അപ്പൊ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അത് ആ ഓർഗാനിക് കെമിസ്ട്രി ഈസി ആക്കി തരുന്ന ജോലി ടീച്ചർ ഏറ്റിട്ടുണ്ട്. അതെങ്ങനെയാണ് ആ ഈസി ആയിട്ട് ഓർഗാനിക്കിനെ നമ്മൾ ടാക്കിൾ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം ടീച്ചറുടെ നേതൃത്വത്തിൽ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി ഡിസ്കസ് ചെയ്യും. ഇനോർഗാനിക്കിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഓർഗാനിക് പറഞ്ഞു വന്നാണല്ലോ. ഓർഗാനിക്കിൽ പ്രധാനമായിട്ട് ഇപ്പോൾ PGയിൽ വരുന്ന ടോപ്പിക് ലെവലുകൾ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുക്കാവും. ഓർഗാനിക്കിൽ വരുന്നത് ഇപ്പോൾ സ്റ്റീരിയോ കെമിസ്ട്രി വരുന്നുണ്ട്, അതുപോലെ പെരിസൈക്ലിക് വരുന്നുണ്ട്, ഫോട്ടോ കെമിസ്ട്രി വരുന്നുണ്ട്, പിന്നെ സ്പെക്ട്രോസ്കോപ്പിയുടെ അപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, പിന്നെ കുറച്ച് റീഅറേഞ്ച്മെന്റ്സ് വരുന്നുണ്ട്. ഇതാണ് മെയിൻ ആയിട്ട് ഓർഗാനിക്കിൽ വരുന്നത്. ഇതിപ്പോൾ നമ്മളൊരു PG അല്ലെങ്കിൽ UG ലെവലില് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കില്ലേ, ആ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് വേണ്ടി പഠിക്കുന്നത്, ആ രീതിയിൽ പഠിച്ചിട്ട് കാര്യമുണ്ടോ? അതോ നമ്മൾ എങ്ങനെയാണ് ഒരു മാറ്റം വരുത്തേണ്ടത്? എന്താ ഇതിനകത്തുനിന്ന്? ഇതിലിപ്പോ നമ്മളെ ഉദ്യോഗാർത്ഥികളെല്ലാരും സെറ്റ് ക്വാളിഫൈ ചെയ്തിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ എന്തായാലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അറിയുന്നുണ്ടാവും. അപ്പൊ നമ്മൾ വേണ്ടത് PYQs കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുക, അതുപോലെ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ മിസ് ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ ഇതേപോലെ തന്നെ ഓർഗാനിക് കെമിസ്ട്രി പോകുന്ന പോലെ തന്നെ പോയാൽ മതിയോ? അവിടുത്തെ ഒരു ഡെപ്ത് എങ്ങനെയാണ് ടോപ്പിക്കുകളുടെ? ഇതിൽ 3 മൊഡ്യൂളായിട്ടാണ് നമ്മളുടെ ഇനോർഗാനിക് വരുന്നത്. അതിലെ ഫസ്റ്റ് മൊഡ്യൂളിലാണ് നമ്മളുടെ കോർഡിനേഷൻ, നമ്മളുടെ കോർ ആയിട്ടുള്ള ടോപ്പിക് കോർഡിനേഷൻ ഓർഗാനോമെറ്റാലിക്സ് ആണ്. അതെല്ലാം വരുന്നത് നമ്മളുടെ മൊഡ്യൂൾ 1-ലാണ് ഈ കോർഡിനേഷൻ ഒക്കെ വരുന്നത്. കോർഡിനേഷൻ തിയറി ആ ഏരിയ ഒക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു സ്റ്റൈക്സ് നമ്പർ, അതേപോലെ തന്നെ വെയ്ഡ് റൂൾസ്, അപ്പോൾ കുറച്ച് യൂസേഴ്സ് നമ്മളോട് ഇത് എൻക്വയറി വരുന്ന സമയത്ത് ചോദിച്ചതാണ്. ഇപ്പോൾ ഇതൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇതിനൊക്കെ എങ്ങനെയാണ് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആണോ? എങ്ങനെയാണ് അതിൽ ഊന്നി പഠിക്കേണ്ടത്? സ്റ്റൈക്സ് നമ്പർ, വെയ്ഡ്സ് റൂൾ ഒക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇതിൽ മിക്കവാറും നമ്മൾ ഒരുപാട് ട്രിക്ക് വെച്ചിട്ടാണ് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അല്ലാതെ തിയറി നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ നമ്മൾ ഒരുപാട് തിയറി നോക്കിയിരിക്കേണ്ട, എക്സാമിന് വേണ്ടത് പഠിക്കാനുള്ള ട്രിക്കും ടിപ്സും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നമ്മളൊരു PG UG കോഴ്സിന് പഠിക്കുന്ന ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ആ ഒരു എക്സാം എഴുതാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ചിട്ട് അത് മാത്രം വെച്ചൊക്കെ പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, ഈ എക്സാമിന് തലേ ദിവസമൊക്കെ പഠിക്കുന്ന. ആ ഒരു രീതി ഒന്നുമല്ല. നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആകുമ്പോൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സമയമുണ്ട്, HSST കെമിസ്ട്രി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനുള്ള സമയമുണ്ട്. അതിൽ ആ ഒരു സമയത്തിനകത്ത് ഈ പറയുന്ന എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഈ പറഞ്ഞ ടിപ്സും ട്രിക്സും ഒക്കെ വരുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നമുക്കിനി ഇപ്പോൾ പറഞ്ഞു ഓർഗാനിക്കിൻ്റെ കാര്യം പറഞ്ഞു, ഇനോർഗാനിക് പറഞ്ഞു, ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ട്. പേഴ്സണലി എനിക്ക് നല്ല താല്പര്യമുള്ള ഒരു ഏരിയയാണ് ഫിസിക്കൽ കെമിസ്ട്രിയിൽ. ഫിസിക്സും കൂടെ വരുമ്പോൾ കെമിസ്ട്രിയുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ താല്പര്യമുള്ള ഒരു ഏരിയയാണ്. അവിടെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഈസി ആയിട്ട് പഠിക്കാമെന്നാണ് എൻ്റെ ധാരണ. ടീച്ചർ എന്താ പറയുന്നത്? അതില് നമ്മള് തിയറി ഡെപ്തിലേക്ക് പോകുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. ഇപ്പൊ ക്വാണ്ടം മെക്കാനിക്സ് ആണെങ്കിൽ തന്നെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്ക് ഒരുപാട് ട്രിക്കുകൾ യൂസ് ചെയ്യാൻ. അത് പറയാറുണ്ട് നമ്മൾ ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ കാര്യം പറയുമ്പോഴാണ്. ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് പറയുന്നത് തന്നെ നമുക്ക് എത്രത്തോളം ക്വാണ്ടം മെക്കാനിക്സ് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നോ അത്രത്തോളം അത് നമുക്ക് പിടിതരില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നെയുണ്ട്. ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചാൽ അത്രത്തോളം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു. അത് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ ആണ്. കാരണം ഒരിക്കലും പിടിതരാത്ത പാർട്ടിക്കിളാണല്ലോ ക്വാണ്ടം പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ക്വാണ്ടം മെക്കാനിക്സ് ആവട്ടെ, തെർമോഡൈനാമിക്സ് ആവട്ടെ, അതേപോലെ എനിക്ക് തോന്നുന്നു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സിൻ്റെ ഏരിയ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യാൻ ഞാനും ഉണ്ടാവും നിങ്ങളുടെ കൂടെ ചില ടോപ്പിക്കൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട്, കാരണം നമ്മുടെ സബ്ജക്റ്റുകളാണ്. ശരി, അപ്പോൾ ഇതിൽ ഇത്തരത്തിൽ വളരെ ഡെപ്തിലുള്ള ഒരു കോഴ്സാണ് എൻട്രി ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ, ടീച്ചേഴ്സ് ഇതിന് എത്രത്തോളം തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു. ഇതേപോലെ നിങ്ങളുടെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ജോലിയിലേക്ക് ഓരോരുത്തരും കടന്നു വരേണ്ടത്. എൻട്രിയെ സംബന്ധിച്ച്, എൻട്രിയുടെ കോഴ്സുകളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ എല്ലാ തവണയും പറയുന്നത് പോലെയുള്ള നമ്മുടെ ചില ഹൈലൈറ്റുകളുണ്ട് അല്ലേ?
എൻട്രിയുടെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം നിങ്ങൾ ഇൻ കേസ് നമ്മുടെ വിദ്യാർത്ഥികൾ ഇടയ്ക്ക് പറയുന്നതാണ്, വിദ്യാർത്ഥികൾ ഇച്ചിരി മടി പിടിച്ചാലും വിദ്യാർത്ഥികൾ എന്ന് ഞാൻ പറയുന്നത് ഇവിടെ HSST യോഗ്യതയുള്ള അധ്യാപകരാണ്, ഈ നമ്മുടെ കോഴ്സിനെ സംബന്ധിച്ച അധ്യാപകരാണ്, നമ്മുടെ യൂസേഴ്സ്, പ്രിയപ്പെട്ട യൂസേഴ്സ്. ഇനി പഠനത്തിനിടയിൽ നിങ്ങൾക്ക് ഇച്ചിരി മടി വന്നാലും അല്ലെങ്കിൽ കുറച്ച് അലസത വന്നാലും ആ അലസത വരാതിരിക്കാൻ നിങ്ങളുടെ പുറകെ നടന്ന് പഠിപ്പിക്കുന്ന മെൻറ്റേഴ്സിൻ്റെ സിസ്റ്റം നമുക്കുണ്ട്. അപ്പോൾ അതേപോലെയുള്ള ഒരു മെൻറ്റർഷിപ്പ് സിസ്റ്റം, പിന്നെ അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വരുന്ന റിവിഷൻ ക്ലാസ്സസ്, വീക്കെൻഡ് റിവിഷൻസ്, ഇതേപോലെ മോഡൽ എക്സാം അടുപ്പിച്ച് നമ്മൾ വരുമ്പോൾ തുരുതുരാ മോഡൽ എക്സാംസ് നടത്തിയിട്ട് നമ്മൾ ആ എക്സാമിൻ്റെ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഓരോ യൂസേഴ്സിനെയും അങ്ങ് എത്തിക്കുവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എൻട്രിയുടെ എല്ലാ ഫീച്ചേഴ്സും, എൻട്രിയുടെ ഹൈലൈറ്റ് ആയിട്ട് ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ ഫീച്ചേഴ്സോടും കൂടിയുള്ള HSST കെമിസ്ട്രിയുടെ കോഴ്സ് ടീച്ചറുടെ നേതൃത്വത്തിൽ നമ്മുടെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ഒരു അധ്യാപകരുടെ നിരയെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കുണ്ട്. ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം, മെസ്സേജ് ചെയ്യാം. എൻട്രിയുടെ ബന്ധപ്പെട്ട കോർഡിനേറ്റേഴ്സ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. HSST കെമിസ്ട്രി പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് ഇപ്പോൾ തന്നെ തുടങ്ങുക, നാളേക്ക് മാറ്റി വെക്കരുത്. എൻട്രിയോടൊപ്പം ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ തന്നെ പഠനം തുടങ്ങുക. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങൾ നിങ്ങൾ ഇതിലേക്ക് മാറ്റിവെച്ചത് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങൾ കെമിസ്ട്രി പഠിക്കാൻ വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചത് ഈ ഒരു പരീക്ഷ മുന്നിൽ കണ്ടുകൊണ്ടാണ്. എല്ലാവർക്കും വിജയാശംസകൾ.